അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദുൽഹജ്ജ് മാസത്തിലെ 9-ാമത്തെ ദിവസമായ അറഫാ ദിനം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ആദരവും ബഹുമാനവും കൽപ്പിച്ച ദിവസമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വശാഹിദിൻ വ മഷ്ഹൂദ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ യൗമുൽ മഷ്ഹൂദു ഹുവ യൗമു അറഫ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാകുന്ന ദിവസം എന്ന് പറഞ്ഞത് അത് പരിശുദ്ധമായ അറഫ ദിവസത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇറങ്ങുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിശ്വാസികൾക്ക് നരകമോചനം നൽകുകയും ചെയ്യുന്ന അതിവിശിഷ്ടമായ ദിവസമാണ് ദുൽഹജ്ജ് 9-ന്റെ ദിവസം അഥവാ അറഫാ ദിനം. അള്ളാഹു വലിയ മഹത്വം ആ ദിവസത്തിന് കൽപ്പിച്ചിട്ടുണ്ട്. ആ ദിവസം വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കുകയും അവരുടെ നന്മകൾക്ക് കൂടുതൽ പ്രതിഫലങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. അവിടുന്ന് പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിവസത്തെക്കാൾ കൂടുതൽ നരകമോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വേറെ ഒരു ദിവസവും ഇല്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ നരകമോചനം നൽകുന്ന ദിവസമാണ് പരിശുദ്ധമായ അറഫാ ദിവസം. അറഫാ ദിവസത്തെക്കുറിച്ച്, അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം ഇതേപോലെ ഒരു അറഫാ ദിവസത്തിലാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികൾക്ക് പൂർത്തിയാക്കി തന്നത്. മാത്രമല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൽ മനുഷ്യരായ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അല്ലാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്ന് നിങ്ങളുടെ ദീനിന്റെ നിയമങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി. എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. നിങ്ങൾക്ക് എന്റെ മതമായി പരിശുദ്ധ ഇസ്ലാം ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതരിക്കുന്നത് അറഫാ ദിവസം അന്നൊരു വെള്ളിയാഴ്ച കൂടിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ലോകത്തിന് സമർപ്പിക്കുന്നതിനു വേണ്ടി തെരഞ്ഞെടുത്ത ദിവസമാണ് പരിശുദ്ധമായ അറഫാ ദിവസം എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നാം എല്ലാവരും ഈ ദിവസത്തിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി ധാരാളം നന്മകൾ അനുഷ്ഠിക്കാൻ തയ്യാറാവണം. ഒരുപാട് ആരാധനാ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും നേടിയെടുക്കാൻ കഠിനമായ ശ്രമങ്ങൾ നടത്തുകയും വേണം. പ്രധാനമായി അറഫാ ദിവസത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഒന്ന്, അന്ന് അള്ളാഹുവിനോട് കൂടുതൽ ദുആ ചെയ്യേണ്ട ദിവസമാണ്. ഭക്തമായ ഹൃദയത്തോടുകൂടി, ഒലിക്കുന്ന കണ്ണുനീരോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി കൂടുതൽ പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമാവേണ്ട ദിവസമാണ് പരിശുദ്ധമായ അറഫാ ദിനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും നല്ല പ്രാർത്ഥന അറഫാ ദിവസത്തിലെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ ഞാനും എന്റെ മുൻഗാമികളായ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റാണ്. ഈ ദിക്ർ അറഫാ ദിവസത്തിൽ ധാരാളം വർദ്ധിപ്പിക്കണം. കാരണം ഏറ്റവും നല്ല പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് അത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ അള്ളാഹുവിന് സ്തുതിവചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈ ദിക്ർ കൊണ്ടാണ്.
അതുപോലെ അറഫാ ദിവസത്തിലെ അതിപ്രധാനമായ ഒരു ഇബാദത്താണ് അറഫാ ദിവസത്തിലെ സുന്നത്ത് നോമ്പ്. വലിയ മഹത്വമുള്ള സുന്നത്ത് നോമ്പാണ് അറഫാ ദിവസത്തിലെ സുന്നത്ത് നോമ്പ്. ഹാജിമാരല്ലാത്തവർക്കെല്ലാം അത് ശക്തമായ സുന്നത്താണ്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അറഫാ ദിവസത്തിലെ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ അദ്ദേഹത്തിന് യുക്കഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുന്നതിനോടപ്പുറം വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുമെന്ന് പറയുമ്പോൾ 2 വർഷം, ആ 2 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുന്ന ഒരു നോമ്പാണ് അറഫാ ദിനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നാം എല്ലാവരും അന്നേ ദിവസം നോമ്പനുഷ്ഠിക്കാൻ ശ്രമിക്കണം. 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു വലിയൊരു മാർഗമാണെന്ന് നാം ഒക്കെ മനസ്സിലാക്കുകയും വേണം. അറഫാ ദിവസത്തിന്റെ പവിത്രത അത് നാം പാലിക്കുന്നതോടുകൂടി അറഫാ ദിവസത്തിന്റെ മഹത്വങ്ങളും അന്നത്തെ പാപമോചനവും നമുക്ക് ലഭ്യമാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? മനുഷ്യർ അവന്റെ നാവിനെയും അവന്റെ അവയവങ്ങളെയും ഒക്കെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കണം. എന്നാൽ മാത്രമേ അറഫയുടെ മഹത്വം നമുക്ക് നേടിയെടുക്കാനാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഇന്ന ഹാദാ യൗമുൻ, ഇതൊരു പ്രത്യേക ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആദരവ് കൽപ്പിച്ച ദിവസമാണ്. മൻ മലക ഫീഹി സംഅഹു വ ബസറഹു വ ലിസാനഹു, ആരെങ്കിലും തന്റെ ചെവിയും തന്റെ കണ്ണും അതുപോലെ തന്റെ നാവുമൊക്കെ ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തിയാൽ, നാവ് കൊണ്ട് ഹറാമായതൊന്നും പറയാതിരുന്നാൽ, ചെവി കൊണ്ട് ഹറാമായതൊന്നും കേൾക്കാതിരുന്നാൽ, കണ്ണുകൊണ്ട് ഹറാമായതൊന്നും കാണാതിരുന്നാൽ, അങ്ങനെ പൂർണ്ണമായ വിശുദ്ധമായ ജീവിതം ഈ ദിവസത്തിൽ ആരെങ്കിലും കാഴ്ചവെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഗുഫിറ ലഹു, അവനിക്ക് മുൻകഴിഞ്ഞ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ പരിശുദ്ധ അറഫാ ദിനം കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ആദരവ് കൽപ്പിച്ച ദിവസങ്ങൾ, അതായത് ബലിപെരുന്നാളിന്റെ ദിവസങ്ങളാണ് വിശ്വാസികൾക്ക് മുമ്പിൽ വരുന്നത്. ബലിപെരുന്നാളിന്റെ ദിവസം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ട സമയമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷങ്ങളും ആരാധനകളാക്കി മാറ്റാനാണ് അവർ ശ്രമിക്കേണ്ടത്. ബലിപെരുന്നാളിന്റെ ദിവസത്തോടനുബന്ധിച്ച് നടക്കുന്ന വലിയൊരു ആരാധനാ കർമ്മമാണ് ബലികർമ്മം അഥവാ ഉദ്ഹിയ്യത്ത് കർമ്മം. അള്ളാഹുവിന്റെ സ്മരണകൾ ഉണർത്തുന്നതിനു വേണ്ടി, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗം അനുസ്മരിക്കുന്നതിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് നിയമമാക്കിയതാണ് പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് കർമ്മം. വെറുതെ ഉദ്ഹിയ്യത്ത് കർമ്മം അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, നല്ല ഭക്തിയോടുകൂടി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആത്മാർത്ഥമായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വേണം പരിശുദ്ധമായ ബലികർമ്മത്തിനിറങ്ങാൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ലൻ യനാലല്ലാഹ ലുഹൂമഹ വലാ ദിമാഉഹ, ബലിമൃഗത്തിന്റെ മാംസമോ ബലിമൃഗത്തിന്റെ രക്തമോ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതല്ല അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായത്. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, അത് നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഭക്തിയാണ് അള്ളാഹുവിന് വേണ്ടത്. അള്ളാഹു അവിടേക്കാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്ഹിയ്യത്ത് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, ഉദ്ഹിയ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിക്കണം. അതൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലാവുകയും വേണം. തഖ്വയോടുകൂടി അത് നിർവഹിക്കുകയും ചെയ്യണം. അതാണ് വിശ്വാസികളുടെ ബാധ്യത. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കേണ്ട ദിവസം കൂടിയാണ് പരിശുദ്ധമായ ബലിപെരുന്നാൾ ദിവസം. അതുകൊണ്ട് തനിക്ക് വേണ്ടി, അതുപോലെ തന്റെ ബന്ധുക്കൾക്ക് വേണ്ടി, ആശ്രിതർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഉദ്ഹിയ്യത്തിൽ പങ്കുചേരാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അതുപോലെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ബഹുമാനിക്കുകയും അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിക്കുകയും ചെയ്യുക. അത് ഈദ് ദിനത്തിന്റെ പ്രത്യേക സുന്നത്തുകളിൽ ഒന്നാണ്. അതുപോലെ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരിലേക്ക് സഹായം എത്തിക്കുക. മുസ്ലിങ്ങൾക്കിടയിൽ സ്നേഹവും ആദരവും ബഹുമാനവും ഐക്യവും നിലനിർത്താൻ ഉപയുക്തമാകുന്ന പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും. അന്ന് ആഘോഷത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കലും എല്ലാവരെയും സന്തോഷിപ്പിക്കലും അന്ന് പ്രത്യേകം സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം,
ഫഇന്നഹ അയ്യാമു അക്ലിം വശുർബിൻ വദിക്രില്ലാഹ്. അന്ന് ബലിപെരുന്നാളിന്റെ ദിവസങ്ങൾ അത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ദിവസമാണ്, പാനീയങ്ങൾ കുടിക്കുന്ന ദിവസമാണ്, അള്ളാഹുവിനെ പ്രത്യേകം സ്മരിക്കേണ്ട ദിവസമാണ്. അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനിക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ സുന്നത്തായ പ്രത്യേക കർമ്മമാണ് തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങുന്ന തക്ബീർ ആ ധ്വനികൾ കൊണ്ട് മുഖരിതമാകണം യഥാർത്ഥ വിശ്വാസിയുടെ ഭവനങ്ങളും അവന്റെ വഴികളും അവൻ നിസ്കാരം നിർവഹിക്കുന്ന പള്ളികളുമെല്ലാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്വമേറിയ ദിനരാത്രങ്ങളെ വേണ്ടവിധം ഉപയോഗപ്പെടുത്താനും അതുവഴി രണ്ട് ലോകത്തും വിജയിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.